സൗദി അറേബ്യയും UAEയും ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുടെ കുത്തക തകർത്തെറിഞ്ഞ് ആഗോള ഇന്ധന വിപണിയിൽ ഇന്ത്യ നടത്തിയത് സമാനതകളില്ലാത്ത ഒരു ചരിത്ര കുതിപ്പാണ്. ഇത് കേവലം ഒരു വ്യാപാര നേട്ടമല്ല, മറിച്ച് പുതിയ ഭാരതത്തിൻ്റെ സാമ്പത്തിക കരുത്തിൻ്റെയും ദീർഘവീക്ഷണത്തിൻ്റെയും നയതന്ത്ര വിജയത്തിൻ്റെയും പ്രഖ്യാപനമാണ്. ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും ആശങ്കയിൽ നിൽക്കുമ്പോൾ ഭാരതം എങ്ങനെ ഒരു പ്രതിസന്ധിയെ അവസരമാക്കി മാറ്റി എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ദശാബ്ദങ്ങളായി ആഗോള പെട്രോളിയം വിപണി എന്ന് പറയുന്നത് അറബ് നാടുകളുടെ തനത് സ്വത്തായിരുന്നു. സൗദി അരാംകോ, UAEയുടെ അഡ്നോക്, കുവൈറ്റിൻ്റെയും ഖത്തറിൻ്റെയും കൂറ്റൻ എണ്ണ കമ്പനികൾ മാത്രം അടക്കി ഭരിച്ചിരുന്ന ഒരു ലോകം. അവർ എണ്ണ ഉൽപ്പാദിപ്പിക്കും, അവർ വില നിശ്ചയിക്കും, ലോകം ആ വിലയ്ക്ക് വാങ്ങും. ഒപെക് രാജ്യങ്ങൾ തീരുമാനിക്കുന്ന വിലയ്ക്ക് ലോകം മുഴുവൻ താളം തുള്ളുന്ന കാലം. ആ കുത്തകയാണ് ഇന്ന് ഇന്ത്യ അവസാനിപ്പിച്ചിരിക്കുന്നത്. എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളെ പോലും പിന്നിലാക്കിക്കൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, വിശേഷിച്ച് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് ശുദ്ധീകരിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വൻതോതിൽ കയറ്റുമതി ചെയ്യുന്ന പ്രധാന ശക്തിയായി നമ്മുടെ രാജ്യം വളർന്നിരിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കെനിയ. കിഴക്കൻ ആഫ്രിക്കയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായ കെനിയയുടെ ഏറ്റവും വലിയ റിഫൈൻഡ് പെട്രോളിയം വിതരണക്കാരായി ഇന്ന് ഇന്ത്യ മാറിയിരിക്കുന്നു. മുൻകാലങ്ങളിൽ മൊംബാസ തുറമുഖത്ത് സൗദി അറേബ്യയുടെയും UAEയുടെയും കൂറ്റൻ ടാങ്കറുകൾ മാത്രം നിറഞ്ഞു നിന്നിരുന്ന കാഴ്ച ഇന്ന് മാറി. ഇന്ന് ഗുജറാത്തിലെ സിക്ക തുറമുഖത്തു നിന്നും ജാംനഗറിൽ നിന്നും പുറപ്പെടുന്ന ഇന്ത്യൻ കപ്പലുകളാണ് അവിടെ വിജയക്കൊടി നാട്ടുന്നത്. ഇത് കേവലം യാദൃച്ഛികതയല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക നയതന്ത്ര രംഗത്തെ ദീർഘവീക്ഷണത്തിൻ്റെയും അടിയുറച്ച കരുത്തിൻ്റെയും ഏറ്റവും വലിയ തെളിവാണ്. കണക്കുകൾ പരിശോധിച്ചാൽ ആരും ഒന്ന് ഞെട്ടിപ്പോകും. കഴിഞ്ഞ ജൂലൈ മാസത്തിലെ അന്താരാഷ്ട്ര കപ്പൽ ട്രാക്കിംഗ് ഡാറ്റകൾ പുറത്തു വന്നപ്പോൾ ലോകം മുഴുവൻ അത്ഭുതത്തോടെയാണ് ആ കണക്കുകളെ നോക്കിക്കണ്ടത്. വോർടെക്സ, കെപ്ലർ തുടങ്ങിയ ആഗോള ഊർജ ഏജൻസികളുടെ റിപ്പോർട്ട് അനുസരിച്ച് മുൻവർഷത്തെ അപേക്ഷിച്ച് ആഫ്രിക്കയിലേക്കുള്ള ഇന്ത്യയുടെ പെട്രോളിയം കയറ്റുമതിയിൽ 66% വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. അതിൽ തന്നെ കെനിയയിലേക്ക് മാത്രമുള്ള വ്യാപാരത്തിൽ അത് 151% റെക്കോർഡ് വർധനവാണ് കൈവരിച്ചിരിക്കുന്നത്. അതായത് 1.5 ഇരട്ടിയിലധികം വളർച്ച. 2023 ജൂലൈയിൽ 1.2 ലക്ഷം ബാരലായിരുന്ന കയറ്റുമതി 2024 ജൂലൈയിൽ 3 ലക്ഷം ബാരലായി ഉയർന്നു. ടാൻസാനിയയിലേക്ക് 88%, മൊസാംബിക്, ദക്ഷിണാഫ്രിക്ക, നൈജീരിയ എന്നീ രാജ്യങ്ങളിലേക്കും 40 മുതൽ 60% വരെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. സ്വന്തമായി വലിയ തോതിൽ അസംസ്കൃത എണ്ണ കുഴിച്ചെടുക്കാനില്ലാത്ത, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നായ ഭാരതം എങ്ങനെയാണ് ഗൾഫ് ഭീമന്മാരെ വെല്ലുവിളിച്ച് ഈ രംഗത്ത് ഒന്നാമതെത്തിയത് എന്നത് ഇന്ന് ഹാർവാർഡ് മുതൽ ഓക്സ്ഫോർഡ് വരെയുള്ള ആഗോള സാമ്പത്തിക വിദഗ്ധർ പോലും പഠന വിധേയമാക്കേണ്ട വിഷയമാണ്. ഈ വിജയത്തിന് പിന്നിലെ രഹസ്യം എന്താണ്? ഇതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും നമ്മുടെ രാജ്യത്തിൻ്റെ അത്യാധുനികവും വിപുലവുമായ എണ്ണ ശുദ്ധീകരണ ശേഷിക്ക് മാത്രമാണ് അവകാശപ്പെട്ടത്. നമ്മൾ അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്നു എന്നത് ശരിയാണ്, പക്ഷേ അതിനെ ലോക നിലവാരത്തിൽ ശുദ്ധീകരിച്ച് ഉപയോഗയോഗ്യമായ പെട്രോളിയവും ഡീസലും ജെറ്റ് ഇന്ധനവുമാക്കി മാറ്റുന്നതിൽ ഇന്ന് നമ്മെ വെല്ലാൻ ലോകത്ത് ആരുമില്ല. ഇതാണ് മേക്ക് ഇൻ ഇന്ത്യയുടെ യഥാർത്ഥ വിജയം. അസംസ്കൃത വസ്തു ഇറക്കുമതി ചെയ്ത് മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി ലോകത്തിന് വിൽക്കുന്ന മാതൃക. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണ കേന്ദ്രം തന്നെ ഗുജറാത്തിലെ ജാംനഗറിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ റിഫൈനറി ആണെന്നത് ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന നേട്ടമാണ്. ഒറ്റ കോംപ്ലക്സിൽ പ്രതിദിനം 12.4 ലക്ഷം ബാരൽ എണ്ണ ശുദ്ധീകരിക്കാൻ കഴിയുന്ന അത്ഭുതമാണ് ജാംനഗർ. ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ റിഫൈനറികളിൽ ഒന്നാണിത്. ഏറ്റവും മോശം ക്രൂഡ് ഓയിൽ പോലും ഏറ്റവും മികച്ച ഇന്ധനമാക്കി മാറ്റാൻ ഇവിടെ സാധിക്കും. അതിനൊപ്പം വാടിനാറിലെ നയാര എനർജി, കൊച്ചി, മംഗലാപുരം, പാരാദീപ്, മധുര എന്നിവിടങ്ങളിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവയുടെ റിഫൈനറികൾ കൂടി ചേരുമ്പോൾ ആഗോളതലത്തിൽ എണ്ണ ശുദ്ധീകരണ ശേഷിയുടെ കാര്യത്തിൽ ഇന്ന് 4ാം സ്ഥാനത്താണ് നമ്മുടെ പ്രിയപ്പെട്ട രാജ്യം. അമേരിക്ക, ചൈന, റഷ്യ എന്നീ വൻ ശക്തികൾക്ക് തൊട്ടു പിന്നിൽ. പ്രതിദിനം 50 ലക്ഷം ബാരലിലധികം ശുദ്ധീകരണ ശേഷിയാണ് ഇന്ന് ഇന്ത്യക്കുള്ളത്.
ഈ ഗൾഫ് പ്രതിസന്ധി ഇന്ത്യക്ക് സുവർണാവസരം ആയത് എങ്ങനെയാണെന്നറിയാമോ? പശ്ചിമേഷ്യയിലെ നിരന്തരമായ സംഘർഷങ്ങളും വിതരണ ശൃംഖലകളിലെ താളപ്പിഴകളും ലോകമെമ്പാടും വലിയ പ്രതിസന്ധികളൊക്കെ സൃഷ്ടിച്ചപ്പോൾ ഇന്ത്യ ആ പ്രതിസന്ധികളെ തങ്ങളുടെ വളർച്ചയ്ക്കുള്ള സുവർണാവസരമായി മാറ്റുകയായിരുന്നു. ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ദീർഘവീക്ഷണവും വിദേശ നയത്തിന്റെ വിജയവും. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ, ഹൂതി വിമതരുടെ ചെങ്കടൽ ആക്രമണം, ഇസ്രായേൽ ഹമാസ് യുദ്ധം, ഗൾഫ് രാജ്യങ്ങളുടെ ഉൽപാദന വെട്ടിക്കുറവ് എന്നിവയെല്ലാം ഗൾഫിന്റെ പെട്രോൾ കയറ്റുമതിക്ക് വലിയ തിരിച്ചടി നൽകി. കപ്പലുകൾക്ക് ചെങ്കടൽ വഴി പോകാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ അവരുടെ ചരക്ക് കൂലി കുത്തനെ ഉയർന്നു. ഇൻഷുറൻസ് തുക വർദ്ധിച്ചു. ആ ഒഴിവിലേക്കാണ് ഭാരതം അതിവേഗം കടന്നു വന്നത്. മാത്രമല്ല, റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ എണ്ണയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യ വളരെ ബുദ്ധിപരവും ധീരവുമായ ഒരു തീരുമാനമെടുത്തു. പാശ്ചാത്യ സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങാതെ റഷ്യയിൽ നിന്ന് വിലക്കുറവിൽ ക്രൂഡ് ഓയിൽ വാങ്ങി. ബാരലിന് $30 വരെ കിഴിവിൽ കിട്ടിയ ആ എണ്ണ ജാംനഗറിൽ ശുദ്ധീകരിച്ച് ലോകത്തിന് വിറ്റപ്പോൾ ഇന്ത്യക്ക് ലഭിച്ചത് ഇരട്ടി ലാഭമാണ്. നേരത്തെ യൂറോപ്പിലേക്ക് വലിയ തോതിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നൽകിയിരുന്ന ഇന്ത്യൻ കമ്പനികൾ യൂറോപ്പ് റഷ്യൻ ക്രൂഡ് എന്ന് പറഞ്ഞ് പിന്മാറിയപ്പോൾ പുതിയ ആഫ്രിക്കൻ വിപണികൾ കണ്ടെത്തുകയായിരുന്നു. ഗുജറാത്തിലെ സിക്ക തുറമുഖത്തു നിന്നും ആഫ്രിക്കൻ തീരങ്ങളിലേക്ക് ഭാരതത്തിന്റെ സാമ്പത്തിക കരുത്തിന്റെ പ്രവാഹം ആരംഭിച്ചത് അങ്ങനെയാണ്. ഇത് കേവലം വ്യാപാരമല്ല, ഇത് തന്ത്രപരമായ നീക്കമാണ്. കെനിയ മാത്രമല്ല, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ മിക്ക രാജ്യങ്ങളും ഇന്ന് തങ്ങളുടെ ഇന്ധന ആവശ്യങ്ങൾക്കായി പരമ്പരാഗത ഗൾഫ് നാടുകളെ ഒഴിവാക്കി ഇന്ത്യയെയാണ് പ്രധാന ആശ്രയമായി കാണുന്നത്. ഇതിന് പിന്നിൽ വലിയൊരു ഭൗമരാഷ്ട്രീയ കാരണമുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് ചൈനയുടെ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടണം. ചൈന നൽകുന്നത് കടവും കോളനിവൽക്കരണവുമാണ്. ഇന്ത്യ നൽകുന്നത് പങ്കാളിത്തവും വിശ്വാസവും. കാരണം ഇന്ത്യ നൽകുന്നത് 3 കാര്യങ്ങളാണ്: മികച്ച ഗുണനിലവാരം, കൃത്യസമയത്തുള്ള വിതരണം, ന്യായമായ വില. ഇന്ത്യൻ റിഫൈനറികളിൽ നിന്നുള്ള ഡീസലിന്റെ ഗുണനിലവാരം യൂറോ 6 നിലവാരമുള്ളതാണ്. ഇത് ആഫ്രിക്കൻ വാഹനങ്ങൾക്ക് ഏറെ മികച്ചതാണ്. എണ്ണ ചോദിച്ച് ഗൾഫിലേക്ക് കൈനീട്ടിയിരുന്ന പഴയ ഇന്ത്യയിൽ നിന്ന് അതേ ഗൾഫ് രാജ്യങ്ങളെ വിപണിയിൽ മറികടന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് ഇന്ധനമൂട്ടുന്ന ഗ്ലോബൽ പവർ ഹൗസായി ഇന്ത്യ മാറിയിരിക്കുന്നുവെന്നത് പുതിയ കാലത്തെ പുതിയ ഭാരതത്തിന്റെ ഏറ്റവും വലിയ മുഖമാണ്. ദൂരക്കാഴ്ചയോടുള്ള കൃത്യമായ നയങ്ങളും കരുത്തുറ്റ നേതൃത്വവും ഒത്തുചേരുമ്പോൾ ഒരു രാജ്യത്തിന് സാമ്പത്തിക രംഗത്ത് എത്രമാത്രം ഉയരത്തിൽ പറക്കാൻ സാധിക്കുമെന്നതിൻ്റെ ഏറ്റവും മികച്ച തെളിവാണ് ഈ മുന്നേറ്റം. അതെ, ആഫ്രിക്ക ഇന്ത്യയെ വിശ്വസിക്കുന്നു, ചൈനയെ ഭയക്കുന്നു. ഈ സാമ്പത്തിക കുതിച്ചുചാട്ടം കേവലം പെട്രോളിയം കയറ്റുമതിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇത് രാജ്യത്തിന്റെ മൊത്തം വളർച്ചയെ തന്നെ സ്വാധീനിക്കുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാര ബന്ധങ്ങൾ പുതിയൊരു തലത്തിലേക്ക് ഉയർത്തപ്പെടാൻ ഈ പെട്രോളിയം കയറ്റുമതി വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ഇന്ധനം കൊടുക്കുന്നതിലൂടെ ആ രാജ്യങ്ങളുമായി ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്നു. മറ്റ് വ്യാവസായിക മേഖലകളിലേക്ക് കൂടി സഹകരണം വ്യാപിക്കുന്നു. ഫാർമ, IT, കൃഷി, പ്രതിരോധം എന്നീ മേഖലകളിലേക്ക് കൂടി ഈ ബന്ധം വളരും. ഇത് ചൈനയുടെ കടന്നുകയറ്റത്തെ ആഫ്രിക്കയിൽ തടയാനും ഇന്ത്യക്ക് സഹായകമാകുന്നു. ആഭ്യന്തരമായി നോക്കിയാൽ വൻകിട റിഫൈനറികൾ മുതൽ അനുബന്ധ ലോജിസ്റ്റിക്സ് കമ്പനികൾ, തുറമുഖ ജീവനക്കാർ, കപ്പൽ ഗതാഗത മേഖല എന്നിവിടങ്ങളിലെല്ലാം ആയിരക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങളാണ് ഈ കയറ്റുമതി വർധനവിലൂടെ സൃഷ്ടിക്കുന്നത്. സിക്ക, മുന്ദ്ര, കൊച്ചി തുറമുഖങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതും കപ്പൽ ഗതാഗതം കൂടുതൽ സുഗമമാക്കുന്നതും രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള GDP വളർച്ചാ നിരക്കിന് ആക്കം കൂട്ടുന്നു. വിദേശ നാണ്യ വരുമാനം വർദ്ധിക്കുന്നതിലൂടെ രൂപയുടെ മൂല്യം ശക്തിപ്പെടാനും ഇത് സഹായിക്കും. ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം തന്നെ ആഗോള വിപണിയിൽ ഒരു പ്രധാന കയറ്റുമതിക്കാരായി മാറാൻ സാധിക്കുന്നത് ഭാരതത്തിന്റെ ദീർഘകാല സാമ്പത്തിക ലക്ഷ്യങ്ങൾക്ക് വലിയ കരുത്താണ്. 2024-25 സാമ്പത്തിക വർഷങ്ങളിൽ $90 ബില്യൺ പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ കയറ്റുമതി ചെയ്തത്. വരും തലമുറകൾക്ക് അഭിമാനിക്കാവുന്ന തരത്തിലുള്ള വലിയൊരു സാമ്പത്തിക അടിത്തറയാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് പാകിക്കൊണ്ടിരിക്കുന്നത്. ഗൾഫിന്റെ കുത്തക തകർത്ത് ആഫ്രിക്കയിലേക്ക് ഇന്ധനമെത്തിക്കുന്ന ഈ ചരിത്ര നേട്ടം ലോക ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഇനിയും വാനോളം ഉയർത്തും. അപ്പോൾ ഇന്ത്യയുടെ ഈ കുതിച്ചുചാട്ടം എങ്ങനെയുണ്ട്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു പുതിയ വാർത്താവിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.